ഇന്ന് രാവിലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് തയ്യാറാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ബീട്രൂട്ടും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് ചെത്തി എടുക്കുകയാണ് കേട്ടോ. അടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ മൺചട്ടിയിൽ. അപ്പോൾ അടുപ്പിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഏകദേശം എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പേരിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞാനൊരു പപ്പായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാനെപ്പോഴും ബീട്രൂട്ട് വെക്കുന്ന സമയത്ത് ഉള്ളിയും കൂടി ചേർക്കാറുണ്ട്. രണ്ടും മധുരമാണെങ്കിലും കുറച്ച് എരിവ് കൂട്ടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് ഇങ്ങനെ ചുവന്ന കളറാണല്ലോ ബീട്രൂട്ടിന്, ചോറൊക്കെ ചുവന്ന കളറാവുമല്ലോ. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അവർക്ക് ഫ്രണ്ട്സിന് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പാക്കാക്കി കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കാറുണ്ട്, അവർക്ക് കൊടുത്തേക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് ബീട്രൂട്ട് മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു ചുവയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രസമാണ്. പിന്നെ നമ്മൾ ഈ ഇറച്ചിക്ക് മസാല കൂട്ടൂലേ, ആ ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് ഇട്ടാലും അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ആ ഒരു ടേസ്റ്റ് സാധാ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നിന്ന് മാറി വേറെ ടേസ്റ്റ് ആകുമ്പോൾ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികളും കഴിച്ചോളൂ കേട്ടോ. പിന്നെ വെറുതെ നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ നമുക്കത് കൂട്ടി കഴിക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇറച്ചി വെക്കുന്ന ആ ഒരു രീതിയിൽ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കുക. ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ഒഴിവായിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഉണ്ടാക്കിയെടുക്കാം.